ഹായ് ഹലോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു 6 ആൻറ്റി ഏജിങ് പാക്കുകളാണ്. ആൻറ്റി ഏജിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ സ്കിന്നിൽ ചുളിവ് വീഴാൻ തുടങ്ങുന്ന സമയം മുതൽ പിന്നെ അങ്ങോട്ടുള്ള സമയം, അല്ലെങ്കിൽ മാർക്കുകൾ വീഴാൻ തുടങ്ങുന്ന സമയങ്ങൾ മുതൽ പിന്നെ അങ്ങോട്ടുള്ള സമയം, അല്ലെങ്കിൽ നമുക്ക് ചെറിയ തോതിൽ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആകുന്ന സമയം മുതൽ പിന്നെ അങ്ങോട്ടുള്ള സമയം നമ്മൾ വളരെ ശ്രദ്ധപൂർവ്വം നമ്മുടെ സ്കിന്നിനെ പരിചരിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ സ്കിൻ ഒരു 20 വയസ്സ് കൂടുതലുള്ള പോലെ തോന്നും. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന പാക്കുകളൊക്കെ നമ്മൾ ഇടുകയും നമ്മുടെ സ്കിന്നിന് നമ്മളൊരു കെയർ കൊടുക്കുകയും ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ഉള്ള പ്രായത്തിനേക്കാളും ഒരു 10-15 വയസ്സ് അല്ലെങ്കിൽ ഒരു 20 വയസ്സ് കുറയുന്നതായിട്ട് നമുക്ക് ഉറപ്പായിട്ടും കാണാം. റെഗുലർ സ്കിൻ കെയർ റൊട്ടീനിലൂടെ മാത്രം. സ്കിൻ കെയർ റൊട്ടീൻ നമുക്ക് എന്തിനാണ് ചെയ്യുന്നത്? നമുക്ക് സന്തോഷം കിട്ടാനായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ കരിയറിൽ നിറയെ പേരുമായിട്ട് സംസാരിക്കാറുണ്ട്, എൻ്റെ കൊളീഗ്സുമായിട്ട് സംസാരിക്കാറുണ്ട്, എൻ്റെ ഹയർ ഒഫീഷ്യൽസുമായിട്ട് സംസാരിക്കാറുണ്ട്. സോ കൂടുതലും സ്ത്രീകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ഡെയിലി തന്നെ കിട്ടാറുണ്ട്. ആ സമയങ്ങളിൽ സ്ത്രീകളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ കൺവേ ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ്, നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുന്ന കുറേ കാര്യങ്ങളൊന്നാണ്: എങ്ങനെയാണ് സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മുടെ ഐലാഷസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മുടെ ഹെയർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ഇത്ര വൃത്തിയായിട്ട് നമ്മളെ ക്യാരി ഓവർ ചെയ്ത് കൊണ്ട് നടക്കുന്നതെന്നൊക്കെ നമ്മളോട് ചോദിക്കും. അതുപോലെ അവരുടെ കുറേ സങ്കടങ്ങളൊക്കെ പറയും. ഇത്രയൊക്കെ പ്രായമായില്ലേ മമ്മി, ഇനി എന്ത് സ്കിൻ കെയർ ചെയ്യാനാ, ഞാൻ എല്ലാം കഴിഞ്ഞു, ഇനിയിപ്പോൾ ആര് നമ്മളെ ശ്രദ്ധിക്കും? അങ്ങനെയല്ല. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉറപ്പായിട്ടും നമ്മുടെ സ്കിൻ ഡള്ളാകുന്നതിൻ്റെ വേദനയും വിഷമങ്ങളും ഒക്കെ ഇല്ലാത്തവർ ആരും തന്നെ ഇല്ലെന്നുള്ളതാണ് സത്യം. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് സത്യമല്ല. ഉറപ്പായിട്ടും എല്ലാവരുടെ ഉള്ളിലും ഒരു നമ്മളുടെ സ്കിന്നിനെ കുറിച്ചുള്ള വറീസും എല്ലാം ഉണ്ടല്ലേ. നമ്മൾക്കതിനെ ഓവർകം ചെയ്യാനുള്ള എല്ലാ ടിപ്സുകളും ഇന്ന് നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആണ്. ഡോക്ടർക്ക് ഒരു 3000 രൂപ 5000 രൂപ കൺസൾട്ടേഷൻ ഫീസ് കൊടുത്ത് പോകുന്നതല്ലാതെ, കെമിക്കൽസ് ഫ്രീ അല്ല. കെമിക്കൽ പീലിംഗ് ഒക്കെയും തന്നെ നമുക്ക് ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ്, ചെറിയ കാലത്തേക്കുള്ള റിസൾട്ടാണ് തരിക. പക്ഷേ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഹോം മെയ്ഡ് പാക്കുകളിൽ കൂടെ, അല്ലെങ്കിൽ നേച്ചറിൽ നിന്ന് കിട്ടുന്ന പാക്കുകളിൽ കൂടെ നമുക്ക് കിട്ടുന്നത് ഒരു ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഏജിങ് ആണ്. അതായത് വളരെ പതുക്കെ, വളരെ മനോഹരമായിട്ട് സ്ലോലി നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യുകയും നമ്മളുടെ മുഖത്തൊരു ഐശ്വര്യത്തോടെയുള്ള ഏജിങ്ങിലേക്ക് പോകുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. നമ്മുടെ മുഖം ഒരു ഐശ്വര്യമില്ലാതെ വരുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. സോ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയുള്ള പാക്കുകളാണ് നമ്മുടെ എല്ലാ വീഡിയോസിലൂടെയും ഞാൻ മാക്സിമം പ്രസൻറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത്. നമ്മളിന്ന് നോക്കുന്നത് മുട്ട കൊണ്ടുള്ള 6 പാക്കുകളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും, എഗ്ഗിൻ്റെ ആൻറ്റി ഏജിങ്ങിലും സ്കിൻ വൈറ്റനിങ്ങിലും നമ്മുടെ സ്കിന്നുള്ള ടൈറ്റായിട്ട് നിൽക്കുന്നതിലും നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവുകൾ മാറ്റുന്നതിലും ഒക്കെ വലിയ റോള് തന്നെയുണ്ട് മുട്ടയ്ക്ക്. മുട്ടയുടെ കൂടെ അത്ര തന്നെ പ്രാധാന്യമുള്ള 6 ഇൻഗ്രീഡിയൻസ് ചേർത്ത് നമ്മൾ നോക്കാൻ പോകുന്ന 6 പാക്കുകളാണ് നമ്മളിന്ന് നോക്കുന്നത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു ആഴ്ചയിൽ 3 ദിവസം തീർച്ചയായിട്ടും ഈ പാക്കുകൾ ഫേസിലിടണം. ക്ലീൻ ആയിട്ടുള്ള ഫേസിൽ തന്നെ ഇടണം. അതുമാത്രമല്ല, ഇതൊരു 15 to 20 മിനിറ്റ്സ് ഇട്ട് കഴിഞ്ഞ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ തുടർന്ന് നല്ലൊരു മോയ്സ്ചറൈസറോ അലോവേറ ജെല്ലോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫേസിൽ ഇടാനായിട്ട് മറക്കരുത്. ബോഡി ലോഷൻ ഒരിക്കലും മോയ്സ്ചറൈസർ അല്ല കേട്ടോ. പിന്നെ വേറെ ഒന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ പാക്ക് ഇട്ട് കഴിഞ്ഞ് സംസാരിക്കരുത്. നമ്മൾ പാക്ക് ഇട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ സ്കിൻ ഇങ്ങനെ ടൈറ്റായി നല്ലൊരു ടൈറ്റ്നെസ് നമ്മുടെ ഫേസിന് ഫീൽ ചെയ്യും. ആ സമയത്ത് സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ചുളിവുകൾ വീഴും. മാക്സിമം സ്കിന്നിന് ചുളിവുകൾ വീഴുന്നതിൻ്റെ റീസൺ എന്താണെന്നറിയാമോ? നമുക്ക് നിറയെ പേർക്കൊരു ഹാബിറ്റ് ഉണ്ട്, ഇങ്ങനെ നോക്കും അല്ലേ. അതൊരു ശീലമാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നെറ്റിയിൽ ലൈൻ വീഴും. പിന്നെ നിറയെ പേര് നമ്മൾ മുഖം കൊണ്ട് ഓരോ ചേഷ്ടകൾ കാണിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ അറിയാതെ തന്നെ കാണിച്ചുകൊണ്ടേയിരിക്കും. ആ സ്ഥലങ്ങളിലൊക്കെ ചുളിവുകൾ വീഴാനും ചെറിയ ചെറിയ ഫൈൻ ലൈൻസ് വീഴാനുമുള്ള സാധ്യതകൾ. ഇന്ന് നമുക്ക് ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഈസി ആയിട്ട് അവൈലബിൾ ഉള്ള സാധനങ്ങൾ കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് മെൻ്റൽ സ്ട്രെയിൻ കുറവാണ്, നമ്മുടെ വീട്ടിലുള്ളവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന കുറവാണ്, നമുക്ക് സ്കിൻ കെയർ ചെയ്യാനായിട്ട് ഈസിയാണ് അല്ലേ. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ സ്കിൻ കെയറിലേക്ക് പോകാം. ആൻറ്റി ഏജിങ് സ്കിൻ കെയർ ആണ് നമ്മളുടെ ടോപ്പിക്. നമ്മൾ ഇന്ന് ആൻറ്റി ഏജിങ് സ്കിൻ കെയർ ചെയ്യാൻ പോകുന്നത് എഗ്ഗ് വെച്ചിട്ടാണ്. നിങ്ങൾ എടുക്കുമ്പോൾ ഒരു എഗ്ഗ് എടുത്താൽ മതി. ഞാൻ 6 ടൈപ്പ് ഓഫ് ആൻറ്റി ഏജിങ് സ്കിൻ കെയർ കാണിക്കുന്നത് കൊണ്ടാണ് 6 എഗ്ഗ് എടുത്ത് വെച്ചിരിക്കുന്നത്. മുട്ട, പിന്നെ അലോവേറ ജെൽ. നമ്മളുണ്ടാക്കിയ അലോവേറ ജെൽ ഓൾമോസ്റ്റ് തീർന്നു കേട്ടോ. ഞാൻ സെക്കൻഡ് ബാച്ച് ഉണ്ടാക്കണം ഇപ്പോൾ. എഗ്ഗ് വൈറ്റ് നമ്മുടെ കളറിനെ കൂട്ടാനും നമ്മുടെ സ്കിന്നിലുള്ള ബ്ലാക്ക് മാർക്കുകൾ മാറ്റാനും റിങ്കിൾസ് വരാതെ നോക്കാനും നമ്മുടെ സ്കിന്നിനൊരു ടൈറ്റ്നെസ് തരാനും ഒക്കെ എഗ്ഗ് വൈറ്റും എഗ്ഗിൻ്റെ യോക്കും എല്ലാം ഒരുപോലെ പ്രയോജനപ്പെടുന്നതാണ്. ഇതിനകത്ത് നിറച്ച് പ്രോട്ടീൻസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ഉണ്ട്. വീഡിയോയിൽ പോകെ ഞാൻ എല്ലാം കാണിച്ചു തരാം. ഞാൻ ഇതിനകത്ത് ഓട്സ് ഫ്ലോർ എടുത്തിട്ടുണ്ട്,
പിന്നെ കോൺഫ്ലോർ ഉണ്ട്, ദിസ് ഇസ് ബേസിൻ, അതായത് കടലമാവുണ്ട്, പിന്നെ ലൈം കുറച്ച് എടുത്തിട്ടുണ്ട്, ഗ്ലിസറിൻ ഉണ്ട്. ഞാൻ അവക്കാഡോ ഓയിലാണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ആൽമണ്ട് ഓയിൽ എടുക്കാം. പിന്നെ കുറച്ച് ഹണിയുണ്ട്, അലുവേറ ജെൽ ഓൾമോസ്റ്റ് തീരാറായി. നമ്മൾ ഈ ഇന്നത്തെ വീഡിയോയോട് കൂടി ഈ അലുവേറ ജെൽ തീരും, നമുക്ക് വേറെ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് പാക്കിലേക്ക് നമുക്ക് എഗ് വൈറ്റ് എടുക്കാം. യോക്ക് നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗ്ലിസറിൻ ഒഴിക്കാം. നമുക്ക് കുറച്ച് കടലമാവ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതായത് കടലമാവും എഗ്ഗും ഗ്ലിസറിനും കൂടെ നമുക്ക് ഫസ്റ്റ് ഫേസിൽ നല്ല കളർ തരും. രണ്ടാമത് നമ്മുടെ ഫൈൻ ലൈൻസിനെ റിങ്കിൾസിനെ ഒക്കെ മാറ്റി നമ്മുടെ അയഞ്ഞ സ്കിന്നുകളെയൊക്കെ ഒന്ന് ടൈറ്റാക്കി നല്ല ഒരു ടൈറ്റ് ഫീലിംഗ്, അതായത് റിങ്കിൾസ് ഒക്കെ പോയി ചുളിവുകളൊക്കെ മാറി നമുക്ക് കുറച്ച് സാഗി, അതായത് തൂങ്ങാൻ തുടങ്ങിയിട്ടുള്ള ചർമ്മമുണ്ടെങ്കിൽ ആ ചർമ്മത്തിനെയൊക്കെ നേരെയാക്കി ഒരു ടൈറ്റ്നസ് തരും ഫേസിന്. ഇത് ആഴ്ചയിൽ 2-3 ദിവസം നിങ്ങൾ ഉപയോഗിക്കുക. ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ആക്ച്വലി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ചൂടുവെള്ളത്തിൽ ഫേസ് വാഷ് ചെയ്തിട്ട് പിന്നെ തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യാം. 3 ദിവസം ഇടുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇതിങ്ങനെ ഫേസിലിടുക. ഞാൻ എല്ലാ ഫേസ് പാക്കും കൂടെ എനിക്ക് ഫേസിലിട്ട് കാണിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് കയ്യിലിട്ട് കാണിക്കുന്നത്. സോ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങളൊരു ബ്രഷ് റെഡിയാക്കി വയ്ക്കുവാണെങ്കിൽ നല്ല ഉപയോഗമായിരിക്കും നിങ്ങൾക്ക്. ഇതിട്ട് കഴിഞ്ഞ് ഒരു 15 to 20 മിനിറ്റ്സ്. ഇത് മുഖത്തിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണങ്ങാനായിട്ട് വെക്കരുത്. എന്ത് ഫേസ് പാക്ക് മുഖത്തിലിട്ടാലും അതിനെ ഇങ്ങനെ ടൈറ്റായിട്ട് ഉണങ്ങാൻ വിടരുത്. ഒരു ഹാഫായിട്ടൊക്കെ ഉണങ്ങി കഴിയുമ്പോഴേക്കും നിങ്ങൾ പോയി വാഷ് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണേലും സംസാരിക്കുമ്പോൾ ചുളിവുകൾ വീഴാനും ഒക്കെ സാധ്യതയുണ്ട്. പിന്നെ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞ് സംസാരിക്കരുത്. 15 മിനിറ്റ്സ് ക്വയറ്റായിട്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് പോയിട്ട് വാഷ് ചെയ്യുക. ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് പിന്നെ പച്ചവെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് പിന്നെ മോയ്സ്ചറൈസർ ഇടുക. അടുത്തത് നമുക്ക് വേണ്ടത് എഗ്ഗിൻ്റെ മഞ്ഞക്കരുവാണ്, യോക്ക്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് അലുവേറ ജെൽ കൂടെ ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എഗ്ഗിൻ്റെ യോക്ക് ഫേസിന് നല്ല നിറം തരാനും നമ്മുടെ ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, പിന്നെ ബ്ലാക്ക് മാർക്കുകളൊക്കെ വരുന്നില്ലേ, ഈ മെലാസ്മ എന്ന് പറഞ്ഞ സാധനമില്ലേ, പിഗ്മെൻറ്റേഷൻ, അത് നമുക്ക് ആദ്യം തന്നെ അങ്ങ് വലുതായിട്ട് വരുവല്ല ചെയ്യുന്നത്. അത് ചെറിയ ചെറിയ പാടുകളായിട്ടാണ് ആദ്യമേ നമ്മൾ ട്രീറ്റ് ചെയ്യാതെ നമ്മൾ നോട്ട് ചെയ്യാതൊക്കെ പോകുന്നത് കൊണ്ടാണ് അത് വലിയൊരു പാടായിട്ട് നമ്മുടെ ഫേസിൽ വരുന്നത്. അതിനൊക്കെ ബിഗിനിങ്ങിലാണെങ്കിൽ ഇതൊക്കെ നല്ലതാണ്. മെലാസ്മയ്ക്കുള്ള ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ കരിമംഗലത്തിനുള്ള ഒരു വീഡിയോ ഞാൻ ഇടാം ഉടനെ തന്നെ. ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യണം. ഇതിന് സ്മെല്ലൊന്നും ഇല്ല കേട്ടോ, നമുക്ക് തോന്നുന്നതാണ് സ്മെല്ലിന്. മുട്ടയല്ലേലും ഒരു പാത്രത്തിലെടുത്താലും അന്നേരം തന്നെ കഴുകുവാണെങ്കിൽ ആ പാത്രത്തിന് ആ മുട്ടയുടെ സ്മെല്ല് വരില്ല. നമ്മൾ മുട്ട ആ പാത്രത്തിൽ വെച്ച് കുറേ നേരം കഴിഞ്ഞ് കഴുകുമ്പോഴാണ് ആ സ്മെല്ല് വരുന്നത്. ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് 20 to 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യുക. ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യണം, എന്നിട്ട് പച്ചവെള്ളത്തിൽ വാഷ് ചെയ്യണം. ഓക്കെ, ആഴ്ചയിൽ ഒരു 2-3 ദിവസം ഇതുപോലെ ചെയ്ത് നോക്കുക. ഞാൻ പറയുന്ന ഈ 6 പാക്കുകൾ നിങ്ങൾ ഇടണ്ട കേട്ടോ, ഏതെങ്കിലും ഒന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഏത് സാധനമാണ് നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ എന്ന് എനിക്കറിയത്തില്ലാത്തത് കൊണ്ടാണ് ഞാൻ 6 കാണിക്കുന്നത്. പിന്നെ ഒരു വീഡിയോയിൽ ഒരു കാര്യം മാത്രം കാണിച്ചു പോകുന്നതിൽ കാര്യമില്ല, എല്ലാവർക്കും യൂസ്ഫുൾ ആവണം. ഈ പാക്കൊക്കെ എല്ലാ സ്കിൻ ടൈപ്പിനും ഒരുപോലെ യൂസ് ആവുന്നതാണ്. കുറച്ച് ഏജ് ആകെ നമ്മുടെ സ്കിൻ ഡ്രൈ ആകുകയും നമ്മളുടെ സ്കിന്നിൻ്റെ മോയ്സ്ചർ പോവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിടുകയാണെന്നുണ്ടെങ്കിൽ ഒരു മോയ്സ്ചറിനെ നന്നായിട്ട് പാക്ക് ചെയ്ത് കിട്ടും നമ്മുടെ ഫേസിൽ. നല്ലൊരു ഈർപ്പം നിലനിർത്താനും നമ്മുടെ മുഖത്തിൻ്റെ പാടുകൾ മാറാനും റിങ്കിൾസ് മാറാനും
ഫൈൻ ലൈൻസ് മാറാനും പിന്നെ ചെറുതായിട്ടുള്ള പിഗ്മെൻറ്റേഷൻ, സൺ ടാൻ മാറാനും നല്ല കളർ തരാനും ഒക്കെ ഇത് സഹായിക്കും. ആഴ്ചയിൽ 2-3 ദിവസം ഇട്ട് നോക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 15 ഡേയ്സ് ഇട്ട് കഴിഞ്ഞിട്ട് പറയാം. നെക്സ്റ്റ് പാക്കിലേക്ക് നമുക്ക് വേണ്ടത് എഗ് വൈറ്റ് ആണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ലൈം ജ്യൂസ് ഒഴിക്കാം. ലൈം ജ്യൂസ് ഒരു ഹാഫ് ലൈം ജ്യൂസ് ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് മതി. ഇത്ര തന്നെ മതിയാവും. ഈ ലൈം ജ്യൂസിനെയും എഗ് വൈറ്റിനെയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇത് നല്ല ഫെയർനെസ് തരാനും, നമ്മളുടെ ഫെയർനെസ് തരുമ്പോൾ തന്നെ നമുക്കറിയാം മുഖത്തിലുള്ള മാർക്കുകളും മറുകുകളും ഒക്കെ മാറാൻ തുടങ്ങും. പിന്നെ നമ്മുടെ സ്കിന്നിന് ആൻറ്റി ഏജിങ്ങിന്, റിങ്കിൾസ് പോകാനും, ആക്നെ ഫ്രീ തരാനും, പിന്നെ നമ്മുടെ സ്കിന്നിനെ ഫേസിലൊന്ന് ടൈറ്റാക്കി വെക്കാനും, അതായത് ചുളിവുകൾ വരാൻ തുടങ്ങുമ്പോഴത്തേക്കും നല്ല ഒരു ടൈറ്റാക്കി വെക്കാനൊക്കെ സഹായിക്കുന്നതാണ്. ആഴ്ചയിൽ 2-3 ദിവസം ഇടുക. ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് പിന്നെ പച്ചവെള്ളത്തിൽ ഇടും. എപ്പോഴും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇതൊക്കെ നല്ല ക്ലീൻ ചെയ്ത ഫേസിൽ തന്നെ ഇടണം കേട്ടോ. നിങ്ങൾ ഓടിപ്പോയി ഫേസിൽ ഇടരുത്. ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് നന്നായിട്ടൊന്ന് തുടച്ചിട്ട് ഇടുക. ഞാൻ ഇട്ട് കാണിക്കാം. ഇതുപോലെ ഇതിനെ നന്നായിട്ട് നമ്മുടെ ഫേസിൽ നല്ല ഫുൾ ഫേസ് ആൻഡ് നെക്കിൽ, നിങ്ങളുടെ കയ്യിൽ, ഈ പായ്ക്കുകളെല്ലാം തന്നെ കയ്യിലും കാലിലും ഒക്കെ ഇടാൻ കേട്ടോ. റിങ്കിൾസ് വരുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് കുറച്ച് ഫേസ്, ഞാൻ പറഞ്ഞ പോലെ ഒരു കണ്ണാടി എടുത്ത് ഫേസ് നന്നായിട്ട് അനലൈസ് ചെയ്യണം, എന്തൊക്കെ ഡിഫറൻസ് ആണ് നമ്മുടെ ഫേസിൽ വരുന്നതെന്ന്. ആ ഭാഗം കോൺസെൻട്രേറ്റ് ചെയ്ത് സ്കിൻ കെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫേസിലും കയ്യിലും കഴുത്തിലും നെറ്റി, അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഏജിൻ്റെ സൈൻ വീഴുന്ന ഒരു സ്ഥലം. പിന്നെ നിങ്ങൾക്ക് കാലിലും ഒക്കെ ഇടാം. ഇത് കാലിനൊക്കെ നല്ല കളർ വരാനും കാലിൻ്റെ സ്കിന്നൊക്കെ വലിഞ്ഞ് ചുരുങ്ങാതെ നല്ല നിവർന്ന് കിട്ടാനും ഒക്കെ ഇത് സഹായിക്കും. ആഴ്ചയിൽ 3-2 ദിവസം ഇട്ട് കഴിഞ്ഞിട്ട് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് വാം വാട്ടറിൽ കഴുകിയിട്ട് തുടർന്ന് പച്ചവെള്ളത്തിൽ കഴുകുക. അത് കഴിഞ്ഞ് നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. അടുത്ത പാക്കിലേക്ക് നമുക്ക് വേണ്ട എഗ്ഗിൻ്റെ യോക്കാണ്. യോക്കിനകത്തേക്ക് നമുക്ക് കുറച്ച് അവക്കാഡോ ഓയിൽ ഒഴിക്കാം. നിങ്ങളുടെ കയ്യിൽ അവക്കാഡോ ഓയിൽ ഉണ്ടെങ്കിൽ അവക്കാഡോ ഓയിൽ ഒഴിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ആൽമണ്ട് ഓയിലോ കോക്കനട്ട് ഓയിലോ കൂടെ ഓക്കെ. അവക്കാഡോ ഓയിൽ നല്ല ഒരു ആൻറ്റി ഏജിങ് ഏജൻ്റാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് 15-20 മിനിറ്റ്സ് ആസ് യൂഷ്വൽ കഴിഞ്ഞിട്ട് ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് വീക്ക്ലി മിനിമം 2 ഡേയ്സ്, ഇത് വീക്ക്ലി 2 ഡേയ്സ് അല്ലെങ്കിൽ 3 ഡേയ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫേസിന് അത്രയ്ക്ക് നല്ലൊരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ചുളിവുകളൊക്കെ മാറി, ഫൈൻ ലൈൻസും നെറ്റിയിലൊക്കെ വീഴുന്ന, അല്ലെങ്കിൽ കവിളിൻ്റെ സൈഡിൽ സ്മൈൽ ചെയ്യുന്നതിൻ്റെ അവിടെയൊക്കെ വീഴുന്ന ലൈൻസൊക്കെ മാറി നല്ലൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫേസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നല്ല ഒരു എന്താ പറയുക, തുടുത്ത ഫേസ് കിട്ടാനായിട്ട് ഈ പാക്ക് നല്ല ഒരു സൊല്യൂഷനാണ്. ചിലർക്കൊക്കെ ഇങ്ങനെ ഒട്ടിയ കവിളൊക്കെ കാണത്തില്ലേ, അങ്ങനെയുള്ളവർക്കൊക്കെ എഗ്ഗ് വൈറ്റും എഗ്ഗിൻ്റെ യോക്കും ഒക്കെ ഫേസിലിട്ടാൽ നല്ല ഒരു കവിളിനൊക്കെ നല്ലൊരു തുടുത്ത് വരുന്ന പോലെ നമുക്ക് തോന്നും. 15 മിനിറ്റ്സ് ഇട്ട് കഴിഞ്ഞിട്ട് ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് പിന്നെ തണുത്ത വെള്ളത്തിൽ കഴുകുക. ഫോളോയിങ് ദാറ്റ് മോയ്സ്ചറൈസർ ഇടാൻ മറക്കരുത്. എപ്പോഴും ഞാൻ പറയുന്ന പോലെ ക്ലീൻ ഫേസിലിടാനായിട്ട് മറക്കരുത്. ഈ ഫേസ് പാക്കിലേക്ക് നമുക്ക് വേണ്ടത് എഗ്ഗ് വൈറ്റാണ്. ഈ എഗ്ഗ് വൈറ്റിലേക്ക് നമുക്ക് കുറച്ച് കോൺ സ്റ്റാർച്ച് ആഡ് ചെയ്യാം. കോൺ സ്റ്റാർച്ചൊക്കെ നല്ല സ്കിൻ വൈറ്റനിങ് ഏജൻ്റാണ്. സ്കിന്നിന് റിങ്കിൾസ് മാറാനും സ്കിന്നിലുണ്ടാകുന്ന ലൈൻസ് മാറാനും ഒക്കെ കോൺ സ്റ്റാർച്ച് നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. എഗ്ഗ് വൈറ്റും കോൺ സ്റ്റാർച്ചും കൂടെ ഞാൻ എൻ്റെ ഫേസിൽ ഇടുവാണ്. കോൺസെൻട്രേറ്റ് അണ്ടർ ഐ,
നിങ്ങൾ ഫേസ് നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക. എവിടെയൊക്കെയാണ് ഫൈൻ ലൈൻസ് വരുന്നത്, നെറ്റിയിൽ ഒക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെയും കോൺസെൻട്രേറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്കിത് കണ്ണിൻ്റെ മേളിലും ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബ്ലാക്ക് മാർക്കൊക്കെ മാറാനും, കണ്ണ് ചിലർക്ക് ഈ പഫി ഐസൊക്കെ വരത്തില്ലേ, അതൊക്കെ മാറാനും, ഇവിടെയൊക്കെ ചിലർക്ക് ചിരിക്കുമ്പോൾ ഒരു സ്മൈൽ ലൈനൊക്കെ വീഴത്തില്ലേ, അതൊക്കെ മാറാനൊക്കെ നല്ലതാണ്. 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 20 മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്യുക. അടുത്ത ഫേസ് പാക്കിലേക്ക് നമുക്ക് വേണ്ടത് യോക്കാണ്, മഞ്ഞക്കരു. അതിലേക്ക് നമുക്ക് കുറച്ച് ഓട്സ് ഇടാം. നമുക്ക് കുറച്ച് ഹണി ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസിൽ ഒരു 2-3 ഡേയ്സ്, വീക്ക്ലി 2-3 ഡേയ്സ് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇത് നല്ലൊരു ഫേമായിട്ടുള്ള ഫേസ് കിട്ടാനും എല്ലാം ഇതിനകത്തുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ സ്കിന്നിനൊരു ബ്രൈറ്റ് കളർ തരാനും, നമ്മുടെ സ്കിന്നിലുള്ള റിങ്കിൾസ് മാറാനും, ഫൈൻ ലൈൻസ് മാറാനും, പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ മാറാനും, സൺ ടാൻ ഉണ്ടെങ്കിൽ അത് മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആക്നെ ട്രീറ്റ്മെൻറ്റ് കൂടെയാണ് ഇതൊക്കെ. ആക്നെ ട്രീറ്റ്മെൻറ്റ് ഫുള്ളാകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങളിത് വാഷ് ചെയ്യുമ്പോൾ ഹോട്ട് വാട്ടറിൽ വാഷ് ചെയ്തിട്ട് പിന്നെ കോൾഡ് വാട്ടറിൽ, അതായത് സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്യണം. അത് തുടർന്ന് നല്ലൊരു മോയ്സ്ചറൈസർ ഇടാൻ മറക്കരുത്. നമ്മളിപ്പോൾ 6 സ്കിൻ കെയർ പാക്കുകൾ കണ്ടു. 6ഉം തന്നെ വളരെ എഫക്റ്റീവാണ്. ആൻറ്റി ഏജിങ്ങിൽ എഗ്ഗിന് ഒരു ഇമ്പോർട്ടൻറ്റ് റോളുണ്ട്. എഗ്ഗ് നമുക്ക് എസെൻഷ്യൽ ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്കിൻ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യാനുള്ള മിനറൽസ് ഉണ്ട് എഗ്ഗിൽ. കൊളാജിൻ പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ സ്കിന്നിൻ്റെ സെൽസിനെ ടേൺ ഓവർ ചെയ്യാനുള്ള ഒരു പവറും കൂടെ എഗ്ഗിനുണ്ട്. പിന്നെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ നമ്മുടെ റിങ്കിൾസിനെ റെഡ്യൂസ് ചെയ്യാനും, ഫൈൻ ലൈൻസിനെ മാറ്റാനും, നമ്മളുടെ സ്കിന്നിലുണ്ടാകുന്ന ബ്ലാക്ക് മാർക്കുകൾ ഇല്ലാതാക്കാനും ഒക്കെ എഗ്ഗ് നമ്മളെ സഹായിക്കുന്നു. എഗ്ഗിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും തന്നെ ഇതിനോട് ചേർന്ന് ഇതുപോലെ എല്ലാ ഫലങ്ങളും നമുക്ക് തരുന്നതാണ്. ത്രൂ ഔട്ട് ദ വീഡിയോയിൽ ഞാൻ പറഞ്ഞു വരുന്നുണ്ട് ഓരോ ഇൻഗ്രീഡിയൻ്റെയും ബെനിഫിറ്റ്സ് ടു ദ സ്കിൻ. അതെല്ലാം നിങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ പാക്കുകൾ ഇടുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് റീവൈൻഡ് അടിച്ച് നോക്കിയിട്ട് കണ്ടിട്ട് തന്നെ ഇടണം. ക്ലീൻ ആയിട്ടുള്ള ഫേസിലിടാം. പാച്ച് ടെസ്റ്റ് നടത്താൻ ഒരിക്കലും മറക്കില്ല. എന്ത് തന്നെയായാലും ഒരു പാച്ച് ടെസ്റ്റ് നടത്തുന്നത് നമുക്ക് നല്ലത് തന്നെയാണ്. പിന്നെ ഇതെല്ലാം ഇട്ട് കഴിഞ്ഞൊരു മോയ്സ്ചറൈസർ ഇടാനും മറക്കരുത്. വളരെ ഇമ്പോർട്ടൻ്റ്ലി എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് ഈ മെനോപോസ് പീരീഡിൽ നമുക്ക് ഹോർമോൺ ചേഞ്ചസും, നമുക്ക് എല്ലാവരും ഫാമിലിയിലുള്ള എല്ലാവരും ചേർന്ന് നമുക്കൊരു സപ്പോർട്ട് തരേണ്ട ഒരു സമയമാണ് ഈ മെനോപോസ് പീരീഡ് എന്ന് പറയുന്നത്. നമ്മൾ ടീനേജിൽ ഫസ്റ്റ് ടൈം ഏജ് അറ്റൻഡ് ചെയ്യുമ്പോൾ എല്ലാവരും ഒരു കെയർ തരുന്നതിനേക്കാൾ കൂടുതൽ മെനോപോസ് പീരീഡിൽ എല്ലാവർക്കും ഒരു അറ്റൻഷൻ വേണ്ട ഒരു സമയമാണ് ഈ മെനോപോസ് പീരീഡ്. നമ്മുടെ മൂഡ് സ്വിംഗ് ഉണ്ടാവും, നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ദേഹം മൊത്തം പുകയുന്ന പോലെയൊക്കെ തോന്നും. സോ അതിൽ നിന്നൊക്കെ നമുക്ക് ഒരു ഡൈവേർഷനും പിന്നെ ഒരു കോൺഫിഡൻസും ഒക്കെ നമുക്ക് തരുന്ന ഒരു കാര്യമാണ് ഈ സ്കിൻ കെയർ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമല്ലേ, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ഹാപ്പി ആകുന്നവരുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് എന്താ പറയണ്ടേ, നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് ഗ്രൂപ്പിനകത്ത് എൻഗേജ് ആകുന്നു. അതൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ്. അതുമാത്രമല്ല ഫുഡും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. നമുക്ക് കയ്യിൽ കിട്ടുന്ന എല്ലാ ചീരകളും, എന്താണെന്നൊന്നുമില്ല, നമുക്ക് കയ്യിൽ കിട്ടുന്ന എല്ലാ ചീരകളും നമുക്ക് കുറച്ച് എന്തെങ്കിലും ഒരു ചെറിയ തോരൻ പോലെയൊക്കെ ആക്കി നമ്മൾ തോരൻ ഉണ്ടാക്കത്തില്ലേ, എല്ലാത്തിനും പയറ് അല്ലെങ്കിൽ കുറേ വെജിറ്റബിൾസ് എല്ലാം ചേർന്ന് തോരൻ ഉണ്ടാക്കുമ്പോൾ നമ്മളത് ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അങ്ങനെ അല്ലാതെ ഒരു ബൗളിലെടുത്തിട്ട് ഈവനിങ് സ്നാക്ക് പോലെ ടീയുടെ കൂടിയോ കോഫിയുടെ കൂടിയോ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. നമുക്ക് നല്ലൊരു സ്കിന്നിന് നല്ലൊരു കളർ തരും. ഒരു ദിവസം ഒന്ന് വയ്ക്കുക ക്യാരറ്റ്, നെക്സ്റ്റ് ഡേ ബീട്രൂട്ട്, അടുത്ത ദിവസം ചീര, അടുത്ത ദിവസം വാഴച്ചുണ്ടൊക്കെ വളരെ നല്ല സാധനം. വാഴത്തണ്ടാണെങ്കിലും, വാഴത്തണ്ടെന്നാണ് ഇവിടെ പറയുക, വാഴത്തണ്ടാണെങ്കിലും എല്ലാ സാധനങ്ങളും ഇന്നതെന്നൊന്നുമില്ല. നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത റൂട്ട് വെജിറ്റബിൾസ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ വെജിറ്റബിൾസും തന്നെ പ്രോട്ടീൻ കൂടുതൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പയറിനകത്തൊക്കെ കടലക്കകത്തൊക്കെ ഇഷ്ടംപോലെ പ്രോട്ടീൻ, കുറച്ച് നിറയെ ഫ്രൂട്ട്സ്, സിട്രിക് ഫ്രൂട്ട്സ്,
ഓക്കെ, അത് കഴിക്കാൻ ശ്രമിക്കുക. ബെറീസ് കഴിക്കാൻ ശ്രമിക്കുക. എന്തൊക്കെ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കിട്ടുന്നോ അതൊക്കെ കഴിക്കാൻ ശ്രമിക്കുക. ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ കണ്ണാടിയിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ സുന്ദരിയാണ്, നിങ്ങൾക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറച്ച് സ്കിൻ കെയർ കൂടെ ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കും. അതുകൊണ്ട് ബി ഹാപ്പി, അടിപൊളിയായിട്ടിരിക്കൂ. സ്കിൻ കെയർ ചെയ്യാൻ മടിക്കരുത്. ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. നമുക്ക് ഏജിനെ ഒരു 20 years ബാക്കിലോട്ട് തള്ളിവിടാം. സോ ബി ഹാപ്പി ഓൾവേസ്. അതുവരേക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും